പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ടൈം ആൻഡ് വർക്ക് അല്ലേ? ടൈം ആൻഡ് വർക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ്. മോഡൽസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എത്ര മോഡൽ പഠിച്ചു? നമ്മൾ ഏകദേശം 15 മോഡലോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. 15 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? 15 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസറിൽ ഏകദേശം 30 കണക്കുകൾ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. മനസ്സിലായോ? 15 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തതിനകത്ത് 30 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു അല്ലേ? അത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. 15 മോഡൽ വൃത്തിയായിട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഏതൊക്കെ ഇക്വേഷൻ എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇന്ന ഇക്വേഷനാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇരുന്ന് ആലോചിക്കും എന്താണ് ഇവിടെ ചെയ്യേണ്ടത്. നമ്മളത് മോഡൽസ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഇക്വേഷൻസും പിന്നെ സാധാരണ രീതി, ഇനി നമ്മൾ ഇക്വേഷൻസ് മറന്നുപോയാൽ ചെയ്യാതിരിക്കരുത്. അതിനുവേണ്ടി നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യാം, സാധാരണ രീതിയിൽ നമുക്കതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നും കൂടെ പഠിച്ചു. ഈ ഒരു പാഠത്തിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് പ്രൊപ്പോർഷൻ എന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രൊപ്പോർഷൻ നമ്മളിവിടെ അംശബന്ധത്തിൽ പഠിച്ചതാണ്. പ്രൊപ്പോർഷൻ നല്ല അടിപൊളിയായിട്ട് 2 രീതിയിലുള്ള പ്രൊപ്പോർഷൻസ് ഉണ്ട്. ഡയറക്റ്റ് പ്രൊപ്പോർഷനും ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ, 2 രീതിയിലുള്ള പ്രൊപ്പോർഷൻസ് നമ്മളവിടെ പഠിച്ചു. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ടൈം ആൻഡ് വർക്കിനകത്ത് ഓൾറെഡി ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ടൈം ആൻഡ് വർക്കിനകത്തിൽ ഈ പ്രൊപ്പോർഷനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് RRBക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ RRB ചോദിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള അതിനൊരു ഉദാഹരണമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, RRB വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A can do a job in 20 days. How much work will be finished in 12 days? എന്താ പറഞ്ഞേക്കുന്നത്? എക്ക് ഒരു ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കും. എക്ക് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം വരും? 20 ദിവസം വേണ്ടി വരും. ഹൗ മച്ച് വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ഇൻ 12 ഡേയ്സ്? അങ്ങനെയാണെങ്കിൽ എ 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി എന്ത്? മനസ്സിലായോ? ഒരു ജോലി ചെയ്തു തീർക്കാൻ 20 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്ത് എന്ന് ചോദിച്ചു എന്നാണ് ചോദ്യം. മനസ്സിലായോ? അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു ദിവസം എത്ര ജോലി ചെയ്യുമെന്ന് കണ്ടുപിടിക്കുക. ഒരു ദിവസം ചെയ്യുന്ന ജോലിയെ 12 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 12 ദിവസത്തെ ജോലി കിട്ടും അല്ലേ? 12 ദിവസം എന്ത് ജോലി ചെയ്തെന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് പറഞ്ഞത്? ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കുക, അതിനെ 12 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 12 ദിവസം ചെയ്യുന്ന ജോലി കിട്ടും അല്ലേ? നോക്കാം. ഒരു ദിവസം ചെയ്യുന്ന ജോലി എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിച്ചു? ഈ ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കും. ഈ ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കുമെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/20 ആണ്. സിമ്പിൾ ഇല്ലേ? 1/20 എന്നങ്ങ് എഴുതുക. ഇതാണ് ഒരു ദിവസം ചെയ്യുന്ന ജോലി. ഇനി എന്ത് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 12 ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കുക. നോക്കിയേ, 12 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന 12 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? ഒരു ദിവസം ചെയ്യുന്ന ജോലിയെ 12 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ത് ചെയ്യുക? 12 കൊണ്ട് ഗുണിക്കുക. അതേ നോക്കിയേ, ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/20 ആണ്. അതിനെ 12 കൊണ്ട് ഗുണിക്കുക അല്ലേ? എത്ര കിട്ടും നമുക്ക്? 12/20 എന്ന് കിട്ടും. 12/20. മനസ്സിലായോ? ഇനി 12/20 എന്നായിരിക്കില്ല നമ്മുടെ ആൻസറിനകത്തിൽ ഓപ്ഷൻസിനകത്ത് കാണുന്നത്. ഇതിനെ ലഘൂകരിച്ച രൂപമായിരിക്കും. അപ്പോൾ 12/20നെ ലഘൂകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ നമ്പറായ പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടിടത്തും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 എന്ന് കിട്ടും, ഇവിടെ 10 എന്ന് കിട്ടും. ഇനിയും ഇതിനെ ചെറുതാക്കാൻ കഴിയും അല്ലേ? വീണ്ടും 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. എനിക്കിവിടെ 3 കിട്ടി, ഇവിടെ എനിക്ക് 5 കിട്ടി. ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടി? എനിക്ക് 3/5. ആൻസർ എത്ര കിട്ടി? 3/5. അപ്പം 12 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 3/5 ആണ്. ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായല്ലോ? വൃത്തിയായിട്ട് മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, എ ക്യാൻ ഡു 3/4 ഓഫ് എ വർക്ക് ഇൻ 12 ഡേയ്സ്. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ഹി ഫിനിഷ് 1/8 ഓഫ് ദി വർക്ക്? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ജോലിയുടെ 4/3 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയെ നമ്മളിങ്ങനെ എടുത്ത് 4ആയിട്ട് അങ്ങ് കട്ട് ചെയ്യുന്നു. ഓക്കെ, അതിൽ 3 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? ഇത്രയും ഭാഗമാണ് അതിൽ 3 ഭാഗം എന്ന് പറയുന്നത്
അല്ലേ? ഇതാണ് 4/3 ഭാഗം എന്ന് വെച്ചാൽ ഒരു ഭാഗത്തെ ഒരു സാധനത്തെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തതിൽ 3 ഭാഗം, അതാണ് 3/4 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 12 ദിവസം എടുത്തു, 12 ദിവസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ജോലിയുടെ 1/8 ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ 1/8 ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. 1/8 ഭാഗം ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദ്യം. മനസ്സിലായോ? നമുക്ക് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതിനകത്ത് നിന്ന് ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കിയേ, ഇവിടെ നോക്കിയേ, 4/3 ഭാഗം ചെയ്യാൻ 12 ദിവസം എടുത്തു, 12 ദിവസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം, ഇതിൻ്റെ ഓരോ ഭാഗം ചെയ്യാനും എത്ര ദിവസം എടുത്ത് കാണും? ഈ 3 ഭാഗവും കൂടെ ചെയ്യാൻ 12 ദിവസം എടുത്തെങ്കിൽ ഓരോ ഭാഗം ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 4 ദിവസം വീതം എടുക്കും, അല്ലേ? ഇവിടെ 4 ദിവസം, ഇവിടെ 4 ദിവസം, ഇവിടെ 4 ദിവസം. ഈ 3 ഭാഗവും കൂടെ ചേരുമ്പോഴാണ് 12 ദിവസം എടുക്കുന്നത്, അല്ലേ? മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി നമ്മളെന്താ പറഞ്ഞേക്കുന്നത്? 1/8 ഭാഗം ചെയ്യാൻ, 1/8 എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ദേ ഇങ്ങോട്ട് നോക്കിയേ, ആദ്യം ഞാനൊരു ജോലി എടുത്തു, അതിനെ 4ആയിട്ട് ആദ്യം കട്ട് ചെയ്തു. കണ്ടോ 4ആയിട്ട് കട്ട് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു തീർന്നു. ഈ ഓരോ ഭാഗം ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 4 ദിവസം എടുക്കും. ഓരോ ഭാഗം ജോലി ചെയ്യാൻ 4 ദിവസം എടുക്കും. ഓക്കെ, ഓരോ ഭാഗവും ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 4 ദിവസം വീതം എടുക്കും. ഇത് നമ്മളിപ്പം ഈ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് മനസ്സിലാക്കി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ 1/8 ഭാഗമാണ്, അല്ലേ? ഈ ഒരു ജോലിയെ 8ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. 8ആയിട്ട് മുറിക്കണമെങ്കിൽ ഇതേ വീണ്ടും നമ്മൾ ഈ ഓരോ ഭാഗത്തെ 2ആയിട്ട് മുറിക്കണം. ഓരോ ഭാഗത്തെ എന്ത് ചെയ്യണം? 2ആയിട്ട് മുറിക്കണം. ഓരോ ഭാഗത്തെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? 2ആയിട്ട് മുറിക്കുന്നു. ദേ നോക്കിക്കോ, ഓരോ ഭാഗത്തെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു? 2ആയിട്ട് വായിക്കുന്നു. ഇപ്പോൾ മൊത്തം എത്ര ഭാഗമായി? 8 ഭാഗമായി. ഇപ്പോൾ മൊത്തം 8 ഭാഗമായി. നോക്കിയേ, 1 2 3 4 5 6 7 8. ഇപ്പോൾ 8 ഭാഗമായി. കണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? ഞാൻ ഓരോ ഭാഗവും ഒരു ഭാഗം ചെയ്യാൻ 4 ദിവസം എടുക്കും. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ടാണ് തീരുന്നത്? 4 ദിവസം കൊണ്ടാണ് തീരുന്നത്. എനിക്ക് ചെയ്യേണ്ടത് 1/8 ഭാഗമാണ്. എന്ന് വെച്ചാൽ ഈ ഓരോ ഭാഗത്തെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? 2ആയിട്ട് കട്ട് ചെയ്തു. അതിലൊരു ഭാഗമാണ് എനിക്ക് ചെയ്ത് തീർക്കേണ്ടത്. ഈ ഒരു ഭാഗം ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ഇത് മൊത്തം ചെയ്യാൻ 4 ദിവസം എടുക്കുമെങ്കിൽ ഇതിൻ്റെ പകുതി ചെയ്യാൻ, ഇതല്ലേ ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത്, പകുതി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമായിരിക്കും? 2 ദിവസം എടുക്കും, അല്ലേ? ഇത് കോമൺ സെൻസ്. നമ്മൾ സാധാരണ രീതിയിൽ ചുമ്മാ അതൊന്ന് ചെയ്തു നോക്കിയാൽ, അല്ലെങ്കിൽ ഇക്വേഷൻ ഒന്നും നോക്കണ്ട, നമ്മൾ ഒരു ലോ ലെവലിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇത് ഇത്ര ദിവസം എടുക്കും? 2 ദിവസം എടുക്കും, അല്ലേ? ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, ഒന്ന് ആലോചിച്ചിട്ട്, അല്ലേ? ഇനി ഇക്വേഷൻ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇനി നമ്മൾ പഠിച്ച രീതിയിലാണ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇതേ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു ജോലിയുടെ 3/4 ഭാഗം ചെയ്യാൻ 3/4 ഭാഗം ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 12 ദിവസം എടുക്കും. 12 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എക്ക് ഈ ജോലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? നമ്മൾ ഡിസ്കസ് ചെയ്താൽ നേരത്തെ മോഡലിനകത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 12 ഇൻറ്റു ഈ 3/4 ഞാനൊന്ന് തിരിച്ചിടുന്നു, 4/3. ഇത് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ ജോലി മൊത്തത്തിൽ തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് കണ്ടുപിടിക്കാം. ക്യാൻസൽ ചെയ്ത് 4 × 4 16 ദിവസം എടുക്കും. ആ ജോലി ചെയ്യാൻ 16 ദിവസം എടുക്കും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ 1/8 ഭാഗം കണ്ടുപിടിക്കാം. 1/8 ഭാഗം ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരുമെന്നാണ് ചോദ്യം. അതിനെന്ത് ചെയ്താൽ മതി? 16നെ 1/8 കൊണ്ടൊന്ന് ഗുണിച്ചാൽ മതി. 16 × 1/8 ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. മനസ്സിലായോ? 2 രീതിയിലും നമ്മൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഏതൊരു ക്വസ്റ്റിനും സാധാരണ ഒരു ലെവലിൽ നിന്ന് ഒരു ലോ ലെവലിൽ നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് എ വർക്ക് ക്യാൻ കംപ്ലീറ്റഡ് ബൈ എ ഇൻ 30 days ആൻഡ് ബൈ ബി ഇൻ 60 days, then the number of days taken by them to complete the work together is. ഓക്കെ, ഇത് നമ്മൾ മോഡൽ 1-നകത്ത് ഡിസ്കസ് ചെയ്താൽ മോഡൽ 1 ഒന്നാമത്തെ മോഡലിനകത്ത് ആദ്യം നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആയിരുന്നു ഇത്. എന്തായിരുന്നു പറഞ്ഞേക്കുന്നത്? ഒരു ജോലി ചെയ്യാൻ 30 ദിവസം എടുക്കും. എക്ക് ഒരു ജോലി ചെയ്യാൻ 30 ദിവസം എടുക്കും. ബി ഒരു ജോലി ചെയ്യാൻ 60 ദിവസം എടുക്കുമെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? എയും ബിയും കൂടെ ചേർന്ന് ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്ന് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? XY ഡിവൈഡഡ് ബൈ X + Y. XY ഡിവൈഡ് ബൈ X + Y. ഇവിടെ X എന്ന് പറയുന്ന 30 നമ്മൾ എടുക്കും. 30 × 60 ഡിവൈഡഡ് ബൈ 30 + 60. 30 + 60 അല്ലേ? 90 ഡിവൈഡഡ് 100
1800 ഡിവൈഡഡ് ബൈ 90 എന്ന് കിട്ടും. 0 ക്യാൻസൽ ചെയ്ത് 9ഉം 180ഉം 9ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ 20 എന്ന് കിട്ടും. ആൻസർ 20 ദിവസം. കണ്ടോ, ഇത് ഇക്വേഷൻ നമ്മൾ എവിടെ പഠിച്ചു? മോഡൽ 1-നകത്ത് പഠിച്ചു ഇക്വേഷനാണ്. കണ്ടോ, ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഒന്നാമത്തെ മോഡലിൽ പഠിച്ച ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഇക്വേഷൻസ് റീകളക്ട് ചെയ്യാനും അത് ഇട്ട് നോക്കി ചെയ്യാനും നമ്മളെ കൊണ്ട് കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ മോഡലുകൾ പഠിക്കണം. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് പഠിക്കുക. ഓക്കെ, ഇത് മറ്റൊരു രീതി നമ്മൾ ചെയ്തു. അവിടെ തന്നെ മറ്റൊരു രീതിയിലും നമ്മൾ പഠിച്ചു അല്ലേ? ഇങ്ങനെ അതെ, ഒരു ദിവസം 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നൊരു ജോലി, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യാനെടുക്കുന്ന ജോലി എന്ന് പറയുന്നത് 1/30 ആയിരിക്കും. അതേപോലെ ബി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/60 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/30 + 1/60 ആയിരിക്കും. 1/30 + 1/60. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 1/20 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, എയും ബിയും കൂടെ ഒരു ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കും. അതിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/20 ആയിരിക്കും. ഇത് നമ്മൾ അവിടെ ചെയ്തതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആൻസർ 20 ഡേയ്സ് ആണ്. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് ആൻഡ് വൈ ടുഗദർ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 8 hours. എക്സും വൈയും കൂടി ഒരു ജോലി ചെയ്യാൻ 8 മണിക്കൂർ എടുക്കും. ഇഫ് എക്സ് എലോൺ ക്യാൻ ഫിനിഷ് ഇൻ 12 hours. ഇനി എക്സ് മാത്രമായിട്ടാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? 12 മണിക്കൂർ എടുക്കും. അങ്ങനെയാണെങ്കിൽ വൈ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ മോഡൽ 2-നകത്ത് പഠിച്ചു. രണ്ടാമത്തെ മോഡലിനകത്ത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണിത്. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സും വൈയും കൂടെ ഒരു ജോലി ചെയ്യാൻ 8 മണിക്കൂർ എടുത്തു. എക്സ് മാത്രമായിട്ട് 12 മണിക്കൂർ എടുത്തെങ്കിൽ വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സും വൈയും കൂടെ ചെയ്ത ജോലിയിൽ നിന്നും എക്സിൻ്റെ ജോലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ ജോലി കിട്ടും. എക്സും വൈയും കൂടെ ചേർന്ന് ചെയ്തതിൽ നിന്നും എക്സ് തനിച്ച് ചെയ്യുന്ന ജോലി മൈനസ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? വൈയെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, ഇത് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു, ഈ 8 hours ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു, 12 hours വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷനിലേക്ക് എന്ന് പറയുന്നത് XY ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ ആണ്. വൈ മാത്രമായിട്ട് ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ എക്സ് മാത്രമായിട്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? XY ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ. മോഡൽ 2-നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് 2 രീതിയിലാണ് ഡിസ്കസ് ചെയ്തു. അത് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, എക്സ് വൈ എന്ന് പറയുന്നത് എത്ര കിട്ടും? 8 × 12 ഡിവൈഡ് ബൈ 8x മൈനസ് വൈ. ആൻസർ കിട്ടും 4 എന്ന് കിട്ടും അല്ലേ? 12-ൽ നിന്നും 8 പോയി കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്ത് നോക്കുക. 2 × 12 24 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണോ? ചെയ്ത മനസ്സിലായല്ലോ? സിമ്പിളായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യാൻ ഫിനിഷ് എ വർക്ക് 18 days ആൻഡ് ബി ക്യാൻ ഡു ഇറ്റ് ഇൻ ഹാഫ് ദ ടൈം ടേക്കൺ ബൈ എ. Then working together, what part of the same work they can finish in a day? Okay, എന്താ പറഞ്ഞേക്കുന്നത്? എയ്ക്കൊരു ജോലി ചെയ്യാൻ 18 ദിവസം വേണം. എയ്ക്കൊരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 18 ദിവസം. ബിക്ക് ആ ജോലി ചെയ്യാൻ എ ചെയ്യുന്നതിൻ്റെ പകുതി ദിവസം മതി, അതായത് 9 ദിവസം മതി എന്നാണ് അർത്ഥം അല്ലേ? പകുതി ദിവസം മതി, ഹാഫ് ദ ടൈം, പകുതി സമയം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ദിവസം മതി അല്ലേ? ഇനി പറയുകയാണ് എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ ജോലി ഒരു ദിവസം അവർ ചെയ്യുന്ന ജോലി എന്താണെന്നാണ് ചോദിച്ചത്. എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/18 ആണ് അല്ലേ? അതേപോലെ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/9 ആണ്. അപ്പോൾ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/18 ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/9 അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? രണ്ടുപേരും ഒരു ദിവസം ചെയ്യുന്ന ജോലി തമ്മിൽ കൂട്ടി നോക്കുക. ഓക്കെ, എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അല്ലേ? 9 18ലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 9 × 2 1/9 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1/9 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ടിടത്തും 2/18 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതാം. 1/18 +
2/18. ഡിനോമിനേറ്റർ സെയിം ആക്കി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം നമുക്ക് എന്ത് ചെയ്യാം. ഫ്രാക്ഷൻ എന്ന ടോപ്പിക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആദ്യം നമ്മൾ പല രീതിയിൽ എങ്ങനെ കൂട്ടാൻ കുറയ്ക്കാം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലൊരു രീതിയാണിത്. എന്താ, ഡിനോമിനേറ്റർ സെയിം ആക്കിക്കൊണ്ട് ഡിനോമിനേറ്റർ സെയിം ആക്കുക, തമ്മിൽ കൂട്ടുക. ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം കൂട്ടാം. എന്ത് ചെയ്യാൻ മതി, അതേ ഡിനോമിനേറ്റർ ഉപയോഗിക്കുക, ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി എഴുതുക. 3/18 എന്ന ആൻസർ കിട്ടും. 3/18 എന്ന് വെച്ചാൽ നമുക്ക് രണ്ടിടത്തും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1/6 എന്ന് കിട്ടും. അതായത് ഒരു ദിവസം എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര ജോലി ചെയ്യും? 1/6 ജോലി ചെയ്യും. 1/6 ജോലി. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോഹിത് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് 10 days ആൻഡ് അഭിഷേക് ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 days. ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് ദ വർക്ക് ക്യാൻ ബി ഡൺ ഇഫ് ബോത്ത് ഓഫ് ദം വർക്ക് ടുഗദർ ഈസ്. എന്താ പറഞ്ഞേക്കുന്നത്? മോഹിത്തിന് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 10 ദിവസം വേണം, അഭിഷേകിന് അതേ ജോലി ചെയ്യാൻ 15 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീരും? സിമ്പിളാ അല്ലേ? എയ്ക്കും ബിക്കും പകരം മോഹിത്ത് അഭിഷേക് കൊടുത്തു, അതേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാലോ, മോഹിത്ത് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 10 ദിവസം കൊണ്ട് ചെയ്യും. അഭിഷേക് എന്ന് പറയുന്നത് 15 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മോഹിത്തും അഭിഷേകും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് XY ഡിവൈഡ് ബൈ X പ്ലസ് വൈ ആയിരിക്കും അല്ലേ? XY എന്ന് വെച്ചാൽ 10 × 15 ഡിവൈഡഡ് ബൈ 10 + 15. 10 + 15 അപ്പം 150 ഡിവൈഡഡ് ബൈ 25. 150 ഡിവൈഡ് ബൈ 25 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്യുക. എത്ര കിട്ടും? 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 5 കിട്ടും, ഇവിടെ 30 കിട്ടും അല്ലേ? 30ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 6 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? അവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ 6 ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും. അപ്പം രണ്ടുപേര് ചേർന്ന് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ XY ഡിവൈഡഡ് ബൈ X പ്ലസ് വൈ. അത് കാണാൻ പഠിച്ചു. XY ഡിവൈഡ് ബൈ X പ്ലസ് വൈ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. എ ക്യാൻ ഡു വർക്ക് ഇൻ 50 days ആൻഡ് ബി ഇൻ 20 days. ഇഫ് ദേ വർക്ക് ഓൺ ഇറ്റ് ടുഗദർ ഫോർ 4 days, then the fraction of the work that is left is. എന്താ പറഞ്ഞേക്കുന്നത്? എയ്ക്കൊരു ജോലി ചെയ്യാൻ 15 ദിവസം വേണം. എയ്ക്കൊരു ജോലി ചെയ്യാൻ 15 ദിവസം വേണം. ബിക്കൊരു ജോലി ചെയ്യാൻ 20 ദിവസം വേണം. ഇനി എയും ബിയും കൂടെ ചേർന്ന് 4 ദിവസം ജോലി ചെയ്തു. എയും ബിയും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു? 4 ദിവസം ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന ജോലി കണ്ടുപിടിക്കുക. 4 ദിവസം രണ്ടുപേരും കൂടെ ചേർന്ന് ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ 4 ദിവസം ചെയ്തതിന് ശേഷം അവശേഷിക്കുന്ന ജോലി കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, എ ഒരു ജോലി ചെയ്യാൻ 15 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/15 ആണ്. ഒരു ദിവസം എ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ദിവസം രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ എ 4 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ 4 ദിവസം ചെയ്യുന്ന ജോലി 4/15 ആയിരിക്കും. 4/15. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? ഇനി ബിയുടെ കേസ് നോക്കിയേ. ബി ആ ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കും. അതായത് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/20 ആണ്. അതാണ് ബിയുടെ കേപ്പബിലിറ്റി, 1/20. അങ്ങനെയാണെങ്കിൽ 4 ദിവസം ബി ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 4/20 ആണ്. 4/20 എന്ന് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1/5 എന്ന് കിട്ടും. 1/5 അല്ലേ? രണ്ടിടത്തും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1/5 എന്ന് കിട്ടും. അപ്പം എ 4 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ 4/15ഉം ബി 4 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/5ഉം അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് 4 ദിവസം എത്ര ജോലി ചെയ്ത് കാണും? എങ്ങനെ കണ്ടുപിടിക്കും? എയും ബിയും കൂടെ ചേർന്ന് 4 ദിവസം ചെയ്ത ജോലി എന്ന് പറയുന്നത് എ 4 ദിവസം ചെയ്ത ജോലി പ്ലസ് ബി 4 ദിവസം ചെയ്ത ജോലി അല്ലേ? ഇത് നമ്മൾ കൂട്ടി നോക്കിയേ. 5 × 4 20 അല്ലേ? ചെയ്യുന്ന എങ്ങനെ? 2 ഫ്രാക്ഷൻ. ആദ്യം 4 × 5 ചെയ്യണം പ്ലസ് 1 × 15 ചെയ്യണം. 15 ഡിവൈഡഡ് ബൈ 15 × 5 75 അല്ലേ? 15 × 5 75. 20 + 15 നമുക്ക് ആൻസർ 35 എന്ന് കിട്ടി. 35 ഡിവൈഡ് ബൈ 75. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 7/15 എന്ന് കിട്ടി. 7/15 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയെ നമ്മളിങ്ങനെ 15ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൽ 7 ഭാഗം അവർ കംപ്ലീറ്റ് ചെയ്തു. 7 ഭാഗം എന്ത് ചെയ്തു? അവർ കംപ്ലീറ്റ് ചെയ്തു. അവശേഷിക്കുന്ന ഭാഗം എത്രയായിരിക്കും? 8 ഭാഗം അല്ലേ? 15ൽ 8 ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? അവശേഷിക്കുന്നുണ്ട്. ഇനി അതല്ല, ഇത് കണ്ടുപിടിക്കാനായിട്ട് 1/, അപ്പോൾ അവർ എയും ബിയും കൂടെ ചെയ്ത ജോലി എന്ന് പറയുന്നത് 7/15 ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്തുവാ? ദെൻ ദ ഫ്രാക്ഷൻ ഓഫ് ദ വർക്ക് ദാറ്റ് ഈസ് ലെഫ്റ്റ് ഈസ്. അവർ
ചെയ്യാത്ത ജോലി അല്ലേ, 4 ദിവസം കൊണ്ട് അവർ കുറച്ച് ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന ജോലിയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതായത് 1-ൽ നിന്നും 7/15 എന്നും മൈനസ് ചെയ്യുക. 1 പറയുന്നത് 1 കൊണ്ട് ഉദ്ദേശിക്കുന്ന 15/15 ആണ് കേട്ടോ. 15/15 മൈനസ് 7/15 ആൻസർ നമുക്ക് കിട്ടും 8/15. 8/15 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഒരു ജോലിയെ 15ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അതിൽ 7 ഭാഗം എയും ബിയും കൂടെ 4 ദിവസം കൊണ്ട് ചെയ്തു. ബാക്കി എത്ര ഭാഗം അവശേഷിക്കും? 8 ഭാഗം അവശേഷിക്കും. അതുകൊണ്ടാണ് നമ്മൾ 8/15 എന്ന് പറയുന്നത്. 8/15. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് 80 days. ഹി വർക്ക് അറ്റ് ഇറ്റ് ഫോർ 10 days ആൻഡ് ദെൻ ബി എലോൺ ഫിനിഷ് ദ റിമൈനിങ് വർക്ക് ഇൻ 42 days. ഇൻ ഹൗ മച്ച് ടൈം വിൽ എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ഫിനിഷ് ദ വർക്ക്? മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. എന്താ? എ ഒരു ജോലി ചെയ്യാൻ 80 ദിവസം എടുക്കും. എക്ക് ഒരു ജോലി തീർക്കാൻ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് തീർക്കാൻ 80 ദിവസം എടുക്കും. അദ്ദേഹം എന്ത് ചെയ്തു? എ എന്ത് ചെയ്തു? 10 ദിവസം ജോലി ചെയ്തു. 80 ദിവസം ചെയ്യേണ്ട ജോലിയിൽ 10 ദിവസം അയാൾ ജോലി ചെയ്തു. ബാക്കി അവശേഷിക്കുന്ന ഭാഗം ബി ചെയ്യുമ്പോൾ ബിക്ക് ആ ജോലി ചെയ്യാൻ 42 ദിവസം എടുക്കും. മനസ്സിലായോ? എക്ക് ഒരു ജോലി ചെയ്യാൻ 80 ദിവസം വേണം. 80 ദിവസം. അതിൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി അവശേഷിക്കുന്ന ഇത്രയും ഭാഗം ചെയ്യാൻ ബിക്ക് എന്ത് ചെയ്യാം? 42 ദിവസം വേണം. അവശേഷിക്കുന്ന ഭാഗം ചെയ്യാൻ ബിക്ക് 42 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീർക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെ, നോക്കിയേ. എയ്ക്കൊരു ജോലി ചെയ്യാൻ 80 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ, ഒരു ദിവസം എ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/80 ആണ്. 1/80 ആണ്. അതിൽ 10 ദിവസം ആര് ജോലി ചെയ്തു എന്ന് പറഞ്ഞു? എ ജോലി ചെയ്തു. ബാക്കി അതിൽ 10 ദിവസം എ ജോലി ചെയ്തു. അതായത് 10 × 1/80 നമുക്ക് ആൻസർ കിട്ടും 1/8 എന്ന് കിട്ടും അല്ലേ? 8-1 നമുക്ക് ആൻസർ കിട്ടും. അപ്പം എന്ത് ചെയ്തു? 8-1 ഭാഗം ആര് ജോലി ചെയ്തു? എ ജോലി ചെയ്തു. 8-1 ഭാഗം എ ജോലി ചെയ്തു. 10 ദിവസം കൊണ്ട് എ ചെയ്ത ജോലി എന്ന് പറയുന്നത് 8-1 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന ഭാഗം എന്തായിരിക്കും? അവശേഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 1/1 - 8 ആയിരിക്കും. അതായത് 7/8 ആയിരിക്കും. 7/8 ആയിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ ഒരു ജോലിയെ നമ്മളിങ്ങനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ജോലിയെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു ഭാഗം എ 10 ദിവസം കൊണ്ട് ചെയ്തു. അതിൽ ഒരു ഭാഗം എ എന്ത് ചെയ്തു? 10 ദിവസം കൊണ്ട് ചെയ്തു. ബാക്കി അവശേഷിക്കുന്ന ഭാഗം ചെയ്യുന്നത് ആരാ? ബാക്കി അവശേഷിച്ച ഭാഗം എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? 7/8 ആണ് അല്ലേ? മൊത്തം 8 ഭാഗത്തിൽ ഒരു ഭാഗം എ ചെയ്ത് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഭാഗം ബാക്കി എത്ര ഉണ്ട്? 7/8. ബാക്കി 7 ഭാഗം, 8-ൽ 7 ഭാഗം അവശേഷിക്കുന്നുണ്ട്. ഈ ചെയ്യാൻ അല്ലെങ്കിൽ 7/8 ചെയ്യാൻ ബിക്ക് എത്ര ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 42 ദിവസം എടുക്കും. 42 ദിവസം. 7/8 ചെയ്യാൻ ബിക്ക് എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 42 ദിവസം. 42 ദിവസം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ബിക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ, ബിക്ക് ആ ജോലി മൊത്തത്തിൽ ചെയ്യാൻ മുമ്പേ പറഞ്ഞില്ലേ എക്ക് ആ ജോലി ചെയ്യാൻ 80 ദിവസം എടുക്കുമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ ബിക്ക് ആ ജോലി മൊത്തത്തിൽ ചെയ്യാൻ എത്ര ദിവസം എടുക്കും? എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? 42 × 8/7. 42 × 8/7 അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ അത്? 42 × 8/7. ഇതിന് എന്ത് ചെയ്യാൽ മതി? ഒന്ന് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി 42-ൻ്റെ കൂടെ അല്ലേ? എന്ന് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 48 എന്ന് കിട്ടും. 48 ദിവസം വേണം ബിക്ക് ആ ജോലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ. ക്വസ്റ്റ്യൻ വന്നല്ലോ, കണ്ടോ? ക്വസ്റ്റ്യൻ മാറിയത് കണ്ടോ? എക്കൊരു ജോലി ചെയ്യാൻ 80 ദിവസം വേണം. എക്കൊരു ജോലി ചെയ്യാൻ 80 ദിവസം വേണം. അതേ ജോലി ബി ചെയ്യുമ്പോൾ 48 ദിവസം എടുക്കും. അതേ ജോലി ചെയ്യാൻ 48 ദിവസം എടുക്കുമെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ജോലി ചെയ്യുന്ന ഇക്വേഷൻ എന്താ? എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ജോലി ചെയ്യാൻ XY / X + Y ദിവസം എടുക്കും. XY എന്ന് പറയുന്നത് 80 × 48. 80 × 48 ഡിവൈഡ് ബൈ 80 + 48. 80 + 48 അല്ലേ? 80 × 48 എത്ര കിട്ടും നമുക്ക്? 80 × 48 ഡിവൈഡഡ് ബൈ 80ഉം 48ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 128 ദിവസം കൊടുക്കും അല്ലേ? ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് ചെറുതാക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 30 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന ആൻസർ കിട്ടും.
അതായത് 30 ദിവസം വേണം എയ്ക്കും ബിക്കും കൂടെ ഈ ജോലി ചെയ്ത് തീർക്കാൻ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നതനുസരിച്ച് എയ്ക്ക് 80 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ഒരു ജോലി, അതിൽ 10 ദിവസം എ ചെയ്തു, ബാക്കി റിമൈനിങ് ഡേയ്സ് അല്ലെങ്കിൽ റിമൈനിങ് ജോബ്സ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 7/8 ആണ് റിമൈനിങ് പാർട്ട്. ഈ 7/8 ചെയ്യാൻ ബിക്ക് 42 ദിവസം എടുക്കുമെങ്കിൽ മൊത്ത ഭാഗം ചെയ്യാൻ എത്ര ദിവസം എടുക്കുമായിരിക്കും? അത് കണ്ടുപിടിക്കാൻ 42 × 8/7 ചെയ്താൽ മതി. അതായത് 48 ദിവസം എടുക്കും ബിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ മാറിയല്ലോ. എയ്ക്ക് ഒരു ജോലി ചെയ്യാൻ 80 ദിവസം എടുക്കും, അതേ ജോലി ബി ചെയ്യുകയാണെങ്കിൽ 48 ദിവസം എടുക്കുമെങ്കിൽ എയും ബിയും കൂടെ ചെയ്തെടുക്കാവുന്ന ജോലി എന്ന് പറയുന്നത് XY / X+Y ആയിരിക്കും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് 24 days ഇഫ് ബി ഈസ് 60% മോർ എഫിഷ്യൻറ്റ് ദാൻ എ, ദെൻ ബി ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? എയ്ക്ക് ഒരു ജോലി ചെയ്യാൻ 24 ദിവസം വേണം. എയ്ക്ക് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കണം? 24 ദിവസം എടുക്കണം. ഇഫ് ബി ഈസ് 60% മോർ എഫിഷ്യൻറ്റ് ദാൻ എ, ബി എന്ന് പറയുന്നത് എയേക്കാൾ 60% മോർ എഫിഷ്യൻ്റ് ആണ്. 60% മോർ എഫിഷ്യൻ്റ് ആണ്, കൂടുതലാണ്, എഫിഷ്യൻ്റ് കഴിവ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കിയേ. എയ്ക്ക് ഒരു ജോലി ചെയ്യാൻ 24 ദിവസം എടുക്കും അല്ലേ? എ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 24 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, ഒരു ദിവസം എ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/24 ആണ്. ഒരു ദിവസം എ ചെയ്യുന്ന ജോലി 1/24 ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എയേക്കാൾ ബി എഫിഷ്യൻ്റ് ആണ്. എത്ര? 60%. അപ്പോൾ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/24 ആണ്. അതിനേക്കാൾ 60% കൂടുതൽ എഫിഷ്യൻ്റ് ആണ് ആര്? ബി. അങ്ങനെയാണെങ്കിൽ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എന്താണ്? ഈ 1/24-നേക്കാൾ 60% കൂടുതലാണ്. 1/24-നേക്കാൾ 60%. 1/24 എന്ന് വെച്ചാൽ എ ചെയ്യുന്ന ജോലിയല്ലേ? ആ എയുടെ ജോലിയേക്കാൾ കൂടുതലെന്ന് പറയുന്നാൽ എന്ത് ചെയ്യണം? എഫിഷ്യൻറ്റിൻ്റെ കൂടെ 100 ആഡ് ചെയ്യണം അല്ലേ? എപ്പോഴായാലും നമ്മൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആഡ് ചെയ്യണം. 160% അല്ലേ? 160%. 1/24-ൻ്റെ എത്ര? 160% ബി ചെയ്യുന്ന ജോലി. മനസ്സിലായോ? ഒരു ദിവസം എ ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ 24 ആണ്, 1/24 ആണ്. അതിനേക്കാൾ 60% കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/60 × 1/24 ആണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/60% എന്ന് വെച്ചാൽ 160/100 അല്ലേ? × 1/24. 1/24 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/15 എന്ന് കിട്ടും. 1/15 എന്ന് വെച്ചാൽ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/15 ആണ്. ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/15 ആണ്. അങ്ങനെയാണെങ്കിൽ ബിക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 ആയിരിക്കും അല്ലേ? കണ്ടോ? 15. ആ 15-ൽ ഒരു ദിവസമാണ് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി. അതായത് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ ബിക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യാൻ ഡു 1/3 ഓഫ് ദി വർക്ക് 5 days ആൻഡ് ബി ക്യാൻ ഡു 2/5 ഓഫ് ദി വർക്ക് ഇൻ 10 days. ഇൻ ഹൗ മെനി ഡേയ്സ് ബോത്ത് എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു ദ വർക്ക്? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എയ്ക്ക് ഒരു ജോലിയുടെ 1/3 ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 5 ദിവസം എടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയ്ക്ക് ഈ ജോലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 5 × 3/1 അല്ലേ? 1/3 എന്ന് തിരിച്ചിടുക. 3/1 എന്ന് വെച്ചാൽ 15 ദിവസം എടുക്കും. എയ്ക്ക് ആ ജോലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 15 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, 15 ദിവസം എടുക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞേക്കുന്നത്? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ബിക്ക് 2/5 ഓഫ് ദി വർക്ക്, ആ ജോലിയുടെ 5/2 ഭാഗം ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 5/2 ഭാഗം ചെയ്യാൻ 10 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ബിക്ക് ആ ജോലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 10 × 5/2. ഇത് 2/5-നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 5/2 അല്ലേ? ആൻസർ ചെയ്യുമ്പോൾ നമുക്കിട്ട് 5 × 5 = 25. അപ്പോൾ 25 ദിവസം എടുക്കും ബിക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. എയ്ക്ക് ഒരു ജോലി ചെയ്യാൻ 15 ദിവസവും ബിക്ക് അതേ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 25 ദിവസവും എടുക്കുമെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് തീരും? XY / X+Y. XY / X+Y എത്ര കിട്ടും നമുക്ക്? 15 × 25. 15 × 25 ഡിവൈഡഡ് ബൈ 25 + 15 എത്ര കിട്ടും? 15 × 25 അതേപോലെ അവിടെ ഇട്ടേക്കോ. 15 × 25 ഡിവൈഡഡ് ബൈ 25 + 10 35 × 5 40 എന്ന് കിട്ടും അല്ലേ?
40. ഇനി എന്ത് ചെയ്യുക, വെട്ടിക്കളയാൻ പറ്റുന്നതിനെല്ലാം കൂടെ വെട്ടിക്കളയാതെ 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 8 കിട്ടി, ഇവിടെ 5 കിട്ടി. അന്നേരം 15 × 5 ഡിവൈഡ് ബൈ 8. 15 × 5 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 75 ഡിവൈഡ് ബൈ 8. 75 ഡിവൈഡ് ബൈ 8 9/3/8. 9/3/8 ദിവസം എടുക്കും. 9/3/8 ദിവസം എടുക്കും. മനസ്സിലായോ പറഞ്ഞത്? സിമ്പിൾ അല്ലേ? അപ്പോൾ എ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ആ ജോലി കംപ്ലീറ്റ് ആക്കാൻ എത്ര ദിവസം ഒന്ന് കണ്ടുപിടിക്കുക. അതേപോലെ ബി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം ഒന്ന് കണ്ടുപിടിക്കാൻ. അതിനുശേഷം എയും ബിയും കൂടെ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകുമെന്ന് കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് 6 2/3 ഡേയ്സ് ആൻഡ് 5 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. എയ്ക്ക് ഒരു ജോലി ചെയ്യാൻ 6 2/3 ഡേയ്സ് വേണം. 6 2/3 ഡേയ്സ് വേണം. ബിക്ക് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 5 ദിവസം എടുക്കും. ബിക്ക് ആ ജോലി ചെയ്യാൻ 5 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ദേ വർക്ക് ടുഗദർ ഫോർ 2 ഡേയ്സ്. 2 ദിവസം രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തു. 2 ദിവസം എന്ത് ചെയ്തു? രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തു. ആൻഡ് ദെൻ എ ലീവ്. അതിനുശേഷം എ എന്ത് ചെയ്തു? പോയി. എ അങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി റിമൈനിങ് വർക്ക് ഉണ്ടല്ലോ, ബാക്കി അവശേഷിക്കുന്ന വർക്ക് രണ്ടുപേരും കൂടെ 2 ദിവസമേ വർക്ക് ചെയ്തോളൂ. ബാക്കി അവശേഷിക്കുന്ന വർക്ക് എത്ര ദിവസം കൊണ്ട് ബി കംപ്ലീറ്റ് ചെയ്യും? ഒറ്റയ്ക്ക് ബി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഓക്കെ. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നോക്കിയേ. എക്ക് ആ വർക്ക് ചെയ്യാൻ 6 2/3 ഡേയ്സ് എടുക്കും. 6 2/3 ഡേയ്സ് എക്ക് എടുക്കും അല്ലേ? ഇതിനെ ഒന്ന് മാറ്റി എഴുതി നോക്കിയാൽ നമുക്കിതിനെ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് ഒരു നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 20/3 അല്ലേ? 20/3 വരുന്നത് എങ്ങനെയാണ്? 6 × 3 ആദ്യം ചെയ്യണം. 6 3 18. 18 + 2 20. 20 ഡിവൈഡ് ബൈ ഇവിടുത്തെ ഡിനോമിനേറ്റർ തന്നെ ആയിരിക്കും ഇവിടെ ഡിനോമിനേറ്റർ. ഇങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് അല്ലേ? അപ്പം നമുക്ക് പറയാം എക്ക് ഒരു ജോലി ചെയ്തെടുക്കാൻ 20 ഡിവൈഡ് ബൈ 3 ദിവസം എടുക്കും. എക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 20 ഡിവൈഡ് ബൈ 3 ദിവസം എടുക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ എക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡിവൈഡ് ബൈ 3 ഡേയ്സ് എടുക്കും അല്ലേ? 20 ഡിവൈഡ് ബൈ 3 ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ ദേ ഇവിടെ നോക്കിയേ, ഞാൻ ബിക്ക് ആ ജോലി ചെയ്യാൻ 5 ദിവസം എടുക്കുമെങ്കിൽ ഒരു ദിവസം ബി ചെയ്യുന്ന ജോലി നമ്മളെങ്ങനെ കണ്ടുപിടിച്ചാൽ 1/5 എന്നാണ് കണ്ടുപിടിച്ചത് അല്ലേ? ഒരു ദിവസം ബി ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1/5. അതായത് ഇവിടെ നോക്കിയേ, 1/5. അതായത് ഇവിടെ തരുന്നത് എന്ത് ചെയ്യും? ഇവിടെ തരുന്ന കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം എവിടെ പോവും? ഡിനോമിനേറ്ററിൽ പോവും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡ് ബൈ 20 ഡിവൈഡ് ബൈ 3 ആയിരിക്കും. ഒരു ദിവസം എ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 20/3 ആയിരിക്കും അല്ലേ? ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ 3/20 എന്ന് എഴുതാം. എത്ര എഴുതാം? 3/20. 1/20 ഡിവൈഡ് ബൈ 3 നമുക്ക് എന്താണെന്ന് എഴുതാം? 3/20 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി ഒരു ദിവസം എ ചെയ്യുന്ന ജോലിയാണ് 3/20 എങ്കിൽ 2 ദിവസം ഇവിടെ രണ്ടുപേരും കൂടെ ചേർന്ന് 2 ദിവസം ജോലി ചെയ്തെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 2 ദിവസം ചെയ്ത ജോലി എന്ന് പറയുന്നത് × 2 ആയിരിക്കും അല്ലേ? ഇവിടെ ഇതും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് താഴെ 10 എന്ന് കിട്ടും. ദേ നോക്കിയേ, 3/10. അപ്പം 2 ദിവസം എ ചെയ്ത ജോലി എന്ന് പറയുന്നത് 3/10 ആണ്. അതേപോലെ ഇവിടെ നോക്കിയേ, ഒരു ദിവസം ബി ചെയ്ത ജോലി 1/5. ഒരു ദിവസം ബി ചെയ്ത ജോലി എന്ന് പറയുന്നത് 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം ചെയ്ത ജോലി എന്ന് പറയുന്നത് 2/5 ആയിരിക്കും. 2/5. മനസ്സിലായോ? 2/5. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? രണ്ടുപേരും കൂടെ 2 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു അല്ലേ? അപ്പം രണ്ടുപേരും കൂടെ 2 ദിവസം എത്ര ജോലി ചെയ്തു എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേ നോക്കിയേ, 3/10 അതാണ് 2 ദിവസം എ ചെയ്ത ജോലി പ്ലസ് ബി ചെയ്ത ജോലി എന്ന് വെച്ചാൽ 2/5. ഓക്കെ, രണ്ടുപേരും കൂടെ ചെയ്ത ജോലി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5ൻ്റെ അവിടെ 10 വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 10 ആയിട്ട് കിട്ടത്തില്ലേ? അതിന് ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാൻ 3/10 പ്ലസ് 2/5നെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 4/10 എന്ന് കിട്ടും അല്ലേ? മേളിലും 2 കൊണ്ട് ഗുണിക്കുന്നു, താഴെയും 2 കൊണ്ട് ഗുണിക്കുന്നു. 2 കൊണ്ട് ഗുണിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ കൂട്ടാൻ നേരത്തെ ന്യൂമറേറ്റർ തമ്മിലൊന്ന് കൂട്ടിയാൽ മതി. 3 + 4 7 എന്ന് കിട്ടി. അപ്പോൾ 7/10 ആണ് എയും ബിയും കൂടെ 2 ദിവസം കൊണ്ട് ചെയ്തത്. 7/10 ആണ് എയും ബിയും കൂടെ 2 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 2 ദിവസം ചെയ്തത് 7/10. അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്നത് എത്ര ജോലിയായിരിക്കും? എയും ബിയും കൂടെ 2 ദിവസം കൊണ്ട് 7/10 ജോലി ചെയ്തെങ്കിൽ അവശേഷിക്കുന്ന ജോലി എന്ന് പറയുന്നത് എന്തായിരിക്കും? 7/10 അല്ലേ?
എത്ര കിട്ടുമായിരിക്കും 1 മൈനസ് 7/10. 1 മൈനസ് 7/10 നമുക്ക് എത്ര കിട്ടും? 1 മൈനസ് 7/10 1ന് പകരം ഞാൻ 10/10 എന്ന് എഴുതാം. 10/10 ആണ് 1 അല്ലേ, മൈനസ് 7/10. ആൻസർ എത്ര കിട്ടും? 3/10 എന്ന് കിട്ടും. 3/10 അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം 10ൽ 7 ഭാഗം ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഭാഗം അവശേഷിക്കുന്നുണ്ട്? ഒരു സാധനത്തിൻ്റെ 10 ഭാഗത്തിൽ 7 ഭാഗത്ത് ജോലി ചെയ്തു, ബാക്കി എത്ര ഭാഗം അവശേഷിക്കും? 3 ഭാഗം അല്ലേ. 3/10 എന്ന് അല്ലാതെ തന്നെ നമുക്ക് എഴുതാം 3/10. അപ്പോൾ ഇനി അവശേഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 3/10 ആണ്. അവശേഷിക്കുന്ന ഭാഗം നമ്മൾ കണ്ടുപിടിച്ചു 3/10. ഇനി അവശേഷിക്കുന്ന ജോലി എന്ന് പറയുന്നത് 3/10 ആണ് അല്ലേ. എന്താണ് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഹൗ മെനി ഡേയ്സ് ആഫ്റ്റർ ദാറ്റ് ബി വിൽ കംപ്ലീറ്റ് ദ വർക്ക് അലോൺ. അങ്ങനെയാണെങ്കിൽ ഈ അവശേഷിക്കുന്ന ജോലി ബി ഒറ്റയ്ക്കാണ് ചെയ്തത്, എത്ര ദിവസം കൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവശേഷിക്കുന്ന ജോലി ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു 3/10 ആണ് ഇനി അവശേഷിക്കുന്ന ജോലി. ഈ 3/10 ചെയ്യാൻ ബിക്ക് എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. 3/10 ചെയ്യാൻ ബിക്ക് ഇനി എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ സിമ്പിളാണ്, എന്ത് ചെയ്താൽ മതി? ബിക്ക് ആകെ ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 5 ദിവസം എടുക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ 3/10 ചെയ്യാൻ 5 × 3/10 കൊണ്ട് ഗുണിച്ചാൽ മതി. 5 × 3/10 ചെയ്താൽ മതി. ഇതേ 10ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 3/2 എന്ന് കിട്ടും. 3/2 എന്ന് വെച്ചാൽ 1/2. ഇനി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുത്താൽ മതി? 1/2 ഡേയ്സ് എടുത്താൽ മതി. 1/2 ഡേയ്സ്. മനസ്സിലായോ? ആദ്യം നമ്മൾ റിമൈനിങ് ജോലി കണ്ടുപിടിച്ചു അല്ലേ. എയും ബിയും കൂടെ 2 ദിവസം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന ജോലി കണ്ടുപിടിച്ചു. ആ ജോലി ചെയ്യാൻ ബിക്ക് എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, A, B and C can do a job alone in 6, 12, 24 days respectively. In what time will they do it together? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും സിയും കൂടെ, അല്ലെങ്കിൽ എയ്ക്ക് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം വേണം, ബിക്ക് അതേ ജോലി ചെയ്യാൻ 12 ദിവസം വേണം, സിക്ക് അതേ ജോലി ചെയ്യാൻ 24 ദിവസം വേണമെങ്കിൽ എയ്ക്കും ബിക്കും സിക്കും കൂടെ ഒന്നിച്ച് അവർ ആ ജോലി ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എയും ബിയും സിയും കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുവാണെങ്കിൽ അവർക്ക് എത്ര ദിവസം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ നോക്കിയേ, എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്തായിരിക്കും? 1/6 ആയിരിക്കും അല്ലേ. അതേപോലെ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/12 ആയിരിക്കും. സി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/24 ആയിരിക്കും അല്ലേ. 1/24 ആയിരിക്കും. എന്ത് ചെയ്യുക? അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കുക. എയും ബിയും സിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1/6 + 1/12 + 1/24 ചെയ്യുക. ഇത് ചെയ്യാൻ എളുപ്പം എന്താ? ഇത് നോക്കി, 3 ഫ്രാക്ഷൻ ഉണ്ടല്ലേ. 3 ഫ്രാക്ഷൻ കൂട്ടാൻ തരുമ്പോൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റുമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക. എന്ന് വെച്ചാൽ ഒന്നാമത്തിൻ്റെ ഡിനോമിനേറ്റർ 6 ആണ് അല്ലേ. ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാ? 24. അപ്പോൾ 6നെ 24ലേക്ക് ആക്കാൻ കഴിയുമോ നോക്കുക. ഏതെങ്കിലും 6നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 24ലേക്ക് എത്തുമോ? ഏത് നമ്പറാ? 6 4 24 അല്ലേ. 1/6. അപ്പോൾ 6നെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 24 എന്ന് കിട്ടും അല്ലേ. അതേ നമ്പർ കൊണ്ട് മേളിലും ഗുണിക്കുക. അപ്പം 4/24 എന്ന് കിട്ടും. അപ്പോൾ 1/6ന് പകരം നമുക്ക് എഴുതാം 4/24 പ്ലസ് ഇനി അടുത്ത നമ്പർ നോക്കുക 12നെ 24ലാക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. മേളിലും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ 2/24 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 2/24 പ്ലസ് 1/24 പ്ലസ് 1/24. കണ്ടോ, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ തമ്മിൽ ഗുണിച്ചാൽ മതി. 4 + 2 + 1 4 2 6 6 1 7. അപ്പോൾ ആൻസർ നമുക്ക് 7/24 എന്ന് കിട്ടി. 7/24. അപ്പോൾ 7/24 എയും ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 7/24 ആണ്. 7/24. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലി കിട്ടാൻ എന്ത് ചെയ്യണം? ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 24/7 24/7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 3/7 കിട്ടും. 3/7 ദിവസം എടുക്കും. 3/7 എയും ബിയും സിയും കൂടെ ചെയ്യുന്ന എത്ര ദിവസം കൊണ്ട് തീരും? 3/7 കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യാൻ ഡു പീസ് ഓഫ് വർക്ക് 4 hours ആൻഡ് ബി ആൻഡ് സി ടുഗദർ ക്യാൻ ഡു ഇറ്റ് 3 hours വൈൽ എ ആൻഡ് സി ടുഗദർ ക്യാൻ ഡു ഇറ്റ് 2 hours. ഹൗ ലോങ് വിൽ ബി അലോൺ ടേക്ക് ഇറ്റ് ടു ഡു ഇറ്റ്?
എന്താ പറഞ്ഞേക്കുന്നത്, എയ്ക്കൊരു ജോലി ചെയ്യാൻ 4 മണിക്കൂർ എടുക്കും. എയ്ക്കൊരു ജോലി ചെയ്യാൻ 4 മണിക്കൂർ എടുക്കും. ബിക്കും സിയും കൂടെ ചേർന്ന് ചെയ്യുവാണെങ്കിൽ 3 മണിക്കൂർ എടുക്കും. ബിയും സിയും കൂടെ ചേർന്ന് ചെയ്താൽ 3 മണിക്കൂർ എടുക്കും. ഇനി എയും സിയും കൂടെ ചേർന്ന് ചെയ്താലോ 2 മണിക്കൂർ എടുക്കും. എയും സിയും കൂടെ ചേർന്ന് ചെയ്താൽ എത്ര മണിക്കൂർ എടുക്കും? 2 മണിക്കൂർ എടുക്കും. അങ്ങനാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബി മാത്രമായിട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്ന് വെച്ചാൽ ബി മാത്രമായിട്ട് ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതേ നോക്കിയേ, എ ചെയ്യാൻ 4 മണിക്കൂർ, ബിയും സിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂർ, എയും സിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ. ഇതാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ. ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ്റെ പാർട്ട് ഞാനൊന്ന് മാറ്റുന്നു. ഫസ്റ്റ് പാർട്ട് ഞാനൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ പറയുന്നു, എയും സിയും കൂടെ ചെയ്താൽ 2 മണിക്കൂർ എടുക്കുന്ന ഒരു ജോലി, എ മാത്രമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 4 മണിക്കൂർ എടുക്കും. അങ്ങനെയാണെങ്കിൽ സി മാത്രമായിട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കും? മോഡൽ 2 ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. മോഡൽ 2 ഡിസ്കസ് ചെയ്ത എന്താ ഇക്വേഷൻ? xy ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. ഇവിടെ എക്സ് 2 × 4 ഡിവൈഡഡ് ബൈ വലുതേതാ 4 അല്ലേ. 4 - 2 ആൻസർ എത്ര കിട്ടും? 2 കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ നമുക്ക് എത്ര എന്ന് കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ സി മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ 4 മണിക്കൂർ എടുക്കും. സി മാത്രമായിട്ട് ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കും? 4 മണിക്കൂർ എടുക്കും. സി മാത്രമായിട്ട് ചെയ്യാൻ 4 മണിക്കൂർ എടുക്കും. ഓക്കെ ആണോ? ഇനി അടുത്ത സെക്ഷൻ ഞാൻ ചെയ്യുകയാണ്. രണ്ടാമത്തെ സെക്ഷൻ ഞാൻ ചെയ്യുന്നു. എങ്ങനെയാ? ബിയും സിയും കൂടെ ഒരു ജോലി ചെയ്യാൻ 3 മണിക്കൂർ എടുക്കുന്നു. ഇപ്പോൾ നമുക്ക് സി കിട്ടിയില്ലേ? സി കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ സി മാത്രമായിട്ട് ചെയ്യാൻ 4 മണിക്കൂർ എടുക്കുന്ന ഒരു ജോലി ബി ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. വീണ്ടും നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. ബി = xy ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ. xy എന്ന് പറയുന്നത് 4 × 3 ഡിവൈഡഡ് ബൈ 4 - 3 ആൻസർ 1 അല്ലേ. അപ്പം 4 × 3 12 എന്ന് കിട്ടി. അപ്പം 12 മണിക്കൂർ എടുക്കും ബി മാത്രമായിട്ട് ആ ജോലി ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ ആദ്യം എ തന്നിട്ടുണ്ട്, B+C തന്നിട്ടുണ്ട്, A+C. അപ്പോൾ എ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ എ ഉള്ള ടേം എടുത്തിട്ട് അതിനകത്ത് നിന്ന് ആരെ കണ്ടുപിടിക്കും? സി കണ്ടുപിടിക്കും. അതിനുശേഷം ഈ സിയുടെ ടേം ഇട്ട് കൊടുത്തിട്ട് ആരെ കണ്ടുപിടിക്കും? ബി കണ്ടുപിടിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 men and 3 boys can do a piece of work 10 days, while 3 men and 2 boys can do the same work in 8 days. In how many days can 2 men and 1 boy do the work? എന്താ പറഞ്ഞിരിക്കുന്നത്? 2 മെന്നും 3 ബോയും കൂടെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസം എടുക്കും. 2 മെന്നും 3 ബോയും കൂടെ ഒരു ജോലി തീർക്കാൻ 10 ദിവസം എടുക്കും. അതേപോലെ 3 മെന്നും 2 ബോയും കൂടെ അതേ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 8 ദിവസം എടുക്കും. 2 മെന്നും 3 മെന്നും 2 ബോയും കൂടാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 8 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് 2 മെന്നും 1 ബോയും കൂടെ ആ ജോലി ചെയ്ത് തീർക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പോൾ ഇത് നമ്മൾ പഠിച്ച സമയത്ത് ലാസ്റ്റ് മോഡലായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, വേറൊരു രീതിയിൽ എന്ന് വെച്ചാൽ 2 മെന്നും 3 ബോയുമാണ് തന്നേക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ഈ മെന്നിനെ മാറ്റി അല്ലെങ്കിൽ ബോയെ മാറ്റിയിട്ട് എല്ലാവരും മെന്നിൻ്റെ അളവിലേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? 2 മെന്നും 3 ബോയുമാണ് തന്നേക്കുന്നത് അല്ലേ. 2 ഡിഫറൻറ്റ് ആൾക്കാരെയാണ് തന്നേക്കുന്നത്. 2 മെന്ന് 3 ബോയ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു മെന്നിന് എത്ര ബോയ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചിട്ട് എല്ലാവരെയും മെന്നിൻ്റെ ടേമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ആ കണക്ക് അവിടെ ചെയ്തത് അല്ലേ. ആ കണക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് ആ കണക്ക് കേൾക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആ കണക്കൊന്ന് കേൾക്കുക, അല്ലെങ്കിൽ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കുക. അത് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഇവിടെ നമ്മൾ വേറൊരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്നത്. വേറൊരു രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതേ നോക്കിയേ. 2 men and 3 boy. 2 men 3 boy. മെന്നിന് ഞാൻ എം എന്നും ബോയ്ക്ക് ബി എന്നും കൊടുക്കുന്നു. എമ്മും ബിയും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞനുസരിച്ച് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 men and 3 boys can do piece of work 10 days അല്ലേ. എന്ന് വെച്ചാൽ 2 മെന്നും 3 ബോയും കൂടെ ഈ ജോലി 10 ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഒരു ദിവസം ചെയ്ത വർക്ക് എന്തായിരിക്കും? 2 മെന്ന് + 3 ബോയ്. 2 മെന്നും 3 ബോയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/10 ആയിരിക്കും. 1/10.
അതേപോലെ 3 മെന്നും 2 ബോയും കൂടെ 3 മെന്നും 2 ബോയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്തായിരിക്കും 1/8 ആയിരിക്കും അല്ലേ. 2 പേരും കൂടെ 3 മെന്നും 2 ബോയും കൂടെ എത്ര ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 8 ദിവസം എടുക്കും. അങ്ങനെ ആക്കി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. 1/8 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പം 2 മെന്നും 3 ബോയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അതേപോലെ 3 മെന്നും 2 ബോയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇത് 2 ഇക്വേഷനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ. 2 ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ടേം ഈക്വൽ ആയിട്ട് എടുക്കണം അല്ലേ. ഏതെങ്കിലും ഒരു ടേമിനെ നമ്മൾ എന്താക്കണം? ഈക്വൽ ആക്കണം. ഇവിടെ എമ്മിൻ്റെ ഒരു ടേം ഉണ്ട്, ബിയുടെ ഒരു ടേം ഉണ്ട് അല്ലേ. എം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ബി എന്ന് പറയുന്ന ടേം ഉണ്ട്. ഒന്നാമത്തേനകത്ത് എമ്മിൻ്റെ വാല്യൂ എമ്മിൻ്റെ കൂടെ ഉള്ളത് 2 ആണ്. രണ്ടാമത്തെ ഇക്വേഷനകത്ത് എമ്മിൻ്റെ കൂടെ ഉള്ളത് 3 ആണ് അല്ലേ. അതേപോലെ ബിയുടെ കേസിൽ ഒന്നാമത്തെ ഇക്വേഷനകത്ത് ബിയുടെ കൂടെ ഉള്ളത് 3 ആണ്. രണ്ടാമത്തെ ഇക്വേഷനകത്ത് ബിയുടെ കൂടെ ഉള്ളത് 2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി എമ്മിൻ്റെ വാല്യൂ 2ഉം 3ഉം ആണ്, ബിയുടെ വാല്യൂ 3ഉം 2ഉം ആണ്. ഇതിലേതെങ്കിലും ഒരു വാല്യൂ, ഒന്നെങ്കിൽ എമ്മിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ബിൻ്റെ വാല്യൂ, ഇതിലേതെങ്കിലും ഒരു വാല്യൂ എന്താക്കണം? സെയിം ആക്കണം. രണ്ടിടത്തും സെയിം വാല്യൂ വരുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഇക്വേഷനെ മാറ്റണം. എന്ന് വെച്ചാൽ 2ൻ്റെ സ്ഥാനത്ത് ഒന്നെങ്കിൽ 3 വരണം, അല്ലെങ്കിൽ 3യുടെ സ്ഥാനത്ത് ഒന്നെങ്കിൽ 2 വരണം. എന്തായാലും 2 ഇക്വേഷനിലും ഒന്നെങ്കിൽ എമ്മിൻ്റെ പ്ലേസിലുള്ള വാല്യൂസ് സെയിം ആകണം, അല്ലെങ്കിൽ ബിയുടെ സൈഡിലുള്ള വാല്യൂസ് എന്താകണം? സെയിം ആകണം. അതിനുവേണ്ടി നമ്മൾ നോക്കണം 2നെ നമുക്ക് 3ലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ, 2നെ 3ലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 3നെ 2ലേക്ക് കൺവെർട്ട് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ പറ്റില്ല അല്ലേ. 2നെ ഒരിക്കലും 3ലേക്കും കൊണ്ടുപോകാൻ പറ്റില്ല, 3നെ ഒരിക്കലും 2ലേക്കും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെയും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ളൊരു നമ്പർ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടുപേരെയും ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് രണ്ടുപേരെയും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു കോമൺ നമ്പർ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നോക്കിയേ, 2നെ ഞാൻ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എനിക്ക് 6 എന്ന് കിട്ടും. അതേപോലെ 3നെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും. കണ്ടോ, രണ്ടുപേരെയും 2നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിൾ കിട്ടുമോ എന്ന് നോക്കുക. അതേപോലെ 3നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2ൻ്റെ മൾട്ടിപ്പിൾ കിട്ടുമോ എന്ന് നോക്കുക. നോക്കിയേ, രണ്ടുപേരെയും ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ അല്ലെങ്കിൽ 2നെ ഞാൻ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് 6 കിട്ടി, 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 6 കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ അല്ലേ 2നെ 6ലോട്ട് മാറ്റണം, 2നെ 6ലോട്ട് മാറ്റണം, അതേപോലെ 3നെയും 6ലോട്ട് മാറ്റണം. അപ്പോൾ 2നെ 6ലോട്ട് മാറ്റണമെങ്കിൽ ഞാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുന്നു. ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എല്ലാവരെയും 3 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 2mനെ ആദ്യം ഞാൻ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് 6m എന്ന് കിട്ടി, പ്ലസ് അടുത്ത 3bയെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് 9b എന്ന് കിട്ടി, ഈക്വൽ ടു 1/10നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് 3/10 എന്ന് കിട്ടി. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? ഇനി അതേപോലെ 3ൻ്റെ ടേമിനെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എനിക്ക് 6 കിട്ടും അല്ലേ. 3ൻ്റെ ടേമിനെ എന്ന് വെച്ചാൽ ഇക്വേഷൻ 2നെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. ഇക്വേഷൻ 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 × 2 6m പ്ലസ് 2 × 2 4b ഈക്വൽ ടു 1/8 × 2 1/8 × 2 എന്ന് ഗുണിച്ച് നോക്കിയാൽ 1/8 × 2 അല്ലേ, എനിക്ക് 1/4 എന്ന് കിട്ടും. 1/4. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 2 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. നോക്കിയാൽ 6mൽ നിന്നും 6m പോയി കഴിഞ്ഞാൽ എനിക്ക് 0m എന്ന് കിട്ടി അല്ലേ. 9bയിൽ നിന്നും 4b പോയി കഴിഞ്ഞാൽ എനിക്ക് 5b എന്ന് കിട്ടി. 5b 3/10ൽ നിന്നും 1/4 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 3/10ൽ നിന്നും 1/4 കുറച്ചാൽ എനിക്ക് 1/20 എന്ന് കിട്ടും. 1/20 എന്ന് കിട്ടും. ഇത്രയും മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. ഒന്നും കൂടെ ഒന്ന് റിവേഴ്സ് ചെയ്ത് കേട്ട് നോക്കിയേ. ഇത്രയും ചെയ്ത ജോലി, ഇത്രയും നേരം നമ്മൾ ചെയ്തത് ഒന്നും കൂടെ റിവേഴ്സ് ചെയ്ത് കേട്ട് നോക്കിയേ. അതിനുശേഷം എന്തേ നോക്കിയേ, ബി എന്ന് പറഞ്ഞാൽ 5b ഈക്വൽ ടു 1/20 ആണ്. 5b ഈക്വൽ ടു 1/20 ആണ്. എന്ന് വെച്ചാൽ b ഈക്വൽ ടു 1/20 കൂടെ ഗുണിച്ചിരിക്കുന്ന 5 എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ. ഡിവൈഡഡ് ബൈ 5. 1/20 ഗുണിക്കാൻ നേരത്തെ ഡിവൈഡ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഗുണനമാക്കണം. 5 എന്നുള്ളത് എങ്ങനെ എഴുതണം? 1/5 എന്ന് എഴുതണം. ആൻസർ നമുക്ക് 1/100 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടി? 1/100. അപ്പം ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി 1/100. ബി എന്ന് പറയുന്നത് എത്ര കിട്ടി? 1/100 കിട്ടി. അങ്ങനെ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം? എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. അടുത്ത എമ്മിൻ്റെ വാല്യൂ ഇട്ട്
കിട്ടാൻ എന്ത് ചെയ്യണം, ഈ ബിയുടെ വാല്യൂ എമ്മിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക, ഒന്നാമത്തെ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയല്ലേ. ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മുടെ 2m + 3b = 1/10. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ. ആ ഇക്വേഷനകത്തോട്ട് ബിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു 2m + 3 × 1/100. 3 × 1/100 = 1/10 അല്ലേ. 2m = 3/100. 2m + 3/100 = 1/10. ഇനി എന്ത് ചെയ്യണം, 3/100 ഇവിടെ കൂട്ടിയേക്കുവാണ്, =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, അന്നേരം കുറയ്ക്കും. 2m = 1/10 - 3/100 അല്ലേ. 3/100 എത്ര കിട്ടുമായിരിക്കും? നോക്കിയാൽ 1 × 100 100 100 - 3 × 10 30 /1000 = 2m എന്ന് കിട്ടി അല്ലേ. 100ൽ നിന്നും 30 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 70 എന്ന് കിട്ടും. 100ൽ നിന്നും 30 പോയി കഴിഞ്ഞാൽ 70. 70/1000. 0 ക്യാൻസൽ ചെയ്ത് 7/100 എന്ന് പറയുന്നത് 2m ആണ്. 7/100 എന്ന് പറയുന്നത് 2m ആണ്. അങ്ങനെയാണെങ്കിൽ m = 7/100 / 2 അല്ലേ. /2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7/100 × 1/2 = 7/200 എന്ന് കിട്ടും. 7/200. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടി 7/200 അല്ലേ. ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 ആണ്, =ൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്തായത്? ഡിവിഷൻ ആയത്. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7/200 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇക്വേഷൻ എഴുതി, ആ ഇക്വേഷനിൽ നിന്നും ബി എന്താണ്, എം എന്താണ്, ഇതിൻ്റെ വാല്യൂസ് മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് ഒരുപാട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര പാടാണ്. ഇത് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നവർക്ക് അറിയാം, ഇത് സിമ്പിളാണ്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇത്. എമ്മും ബിയും എത്ര ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ ആണോ? ഇനി എം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ബി കണ്ടുപിടിച്ചു അല്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2 മെന്നും 1 ബോയും കൂടെ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ 2m + 1 ബോയ് = ഇനി എമ്മിൻ്റെ വാല്യൂ എത്രയായിരുന്നു? എമ്മും ബിയും എത്രയായിരുന്നു? ഇട്ട് കൊടുക്കുക. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7/200 ആയിരുന്നു എം എന്ന് പറയുന്നത് അല്ലേ. 7/200 + 1 × ബി എന്ന് പറയുന്ന 1/100 ആയിരുന്നു. ഓക്കെ, ഇതിൽ നിന്നും 200ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 100 എന്ന് കിട്ടിയല്ലേ. 7/100 + 7/100 + 1/100 എത്ര കിട്ടും നമുക്ക്? 8/100 എന്ന് കിട്ടും. ഇതിനെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 8/100നെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 2/25 എന്ന് കിട്ടും. 2/25 നമുക്ക് ആൻസർ കിട്ടും അല്ലേ. 2/25. അതായത് രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 2 മെന്നും 1 ബോയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ ജോലി 25/2 ദിവസം കൊണ്ട് തീർക്കും. 25/2 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 12.5 ദിവസം കൊണ്ട് കിട്ടും. 12.5 ദിവസം കൊണ്ട് എന്ത് ചെയ്തും നമ്മൾ ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും. 12.5 ദിവസം. ഇവിടെ കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യണം? ഒന്ന് തിരിച്ചിടണം അല്ലേ. ഒന്ന് തല തിരിച്ചിടണം. 25/2 ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിളാണ്, ഇച്ചിരി ക്രിയ വന്നേ ഉള്ളൂ. സിമ്പിളാണ്. എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യം 2 വരിയിൽ നിന്നും നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ടാക്കുന്നു, അത് സോൾവ് ചെയ്യുന്നു. അത് സോൾവ് ചെയ്തിട്ട് ബി എന്താണ്, എം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അവസാനം നമുക്ക് കാണേണ്ടതിനകത്തോട്ട് ആ വാല്യൂ ഇട്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻസർ കണ്ടുപിടിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If 3 men or 4 women can reap a field in 43 days, then the number of days in which the field can be reaped by 7 men and 5 women. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ മോഡൽസ് ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 മെന്നും 4 വുമണും കൂടെ ചേർന്നിട്ട് 43 ദിവസം കൊണ്ട് ഒരു വയൽ കൊയ്യുന്നു. അതേ വയൽ 7 മെന്നും 5 വുമണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ആ വയൽ കൊയ്ത് തീരും എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നേരത്തെ മോഡലിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്യുക. ഏത് രീതി? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത രീതിയിലും വർക്കൗട്ട് ചെയ്യുക. അതിനു മുമ്പ് മോഡൽ പഠിച്ച രീതിയിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ തനിയെ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം കൊണ്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു ടോപ്പിക്കും കൂടെ ഇതിനോട് ചേർന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.